ഹലോ. അപ്പോൾ നമുക്കിന്ന് കുറച്ച് അയില കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ കുരുമുളക് ഇട്ട് വെക്കുന്ന നോക്കാം. പച്ചക്കുരുമുളകാണ്. പച്ചക്കുരുമുളക് കുറച്ചധികം ഇടുക. അതിലേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, കുറച്ച് കൊച്ചുള്ളി, കുറച്ച് ഉലുവ വറുത്തതിടുക. ഉലുവ പൊടി ഉണ്ടെങ്കിൽ ഉലുവ പൊടി ഇട്ടാലും മതി. നമുക്ക് പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉലുവ വറുത്തതാണ് ഇടുന്നത്. പിന്നെ അതിലേക്ക് വേണ്ടുന്നത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വേണം. അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ വേണം. മല്ലിപ്പൊടി കുറച്ചധികം ഇടണം, കാരണം നമ്മൾ മുളക് പൊടി പിന്നെ വേറെ ഇടുന്നില്ല. നമുക്ക് കുറച്ച് ചാറ് വേണ്ടേ. മല്ലിപ്പൊടി ഇട്ട് പുളി, വാളംപുളിയാണ് വേണ്ടത്. വാളംപുളി അരക്കുന്നവർക്ക് അരക്കാം. ഞാനത് പിഴിഞ്ഞൊഴിക്കുകയുള്ളത്. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ല നൈസായിട്ട് അരച്ചെടുക്കണം. അത് കഴിഞ്ഞ് ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കറിവേപ്പിടുക. കടുക് വേണ്ട, കടുക് പൊട്ടിക്കുന്നില്ല ഈ കറിക്ക്. അപ്പം നമ്മൾ അരച്ച് വെച്ച അരപ്പയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഈ വെള്ളം ഞാൻ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അപ്പം നമ്മളെ ഈ ചാറ് നന്നായിട്ട് അരപ്പൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് നമ്മൾ മുറിച്ച് വെച്ച അയിലയില്ലേ, അതിൽ കുറച്ച് ഉപ്പും ഇടുക. എന്നിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഈ അയില പെറുക്കി വെക്കുക. അയിലയും പെറുക്കി വെച്ച് നമ്മളൊന്ന് അതിനെ ചുറ്റിച്ച് കൊടുക്കുക. ഈ ഉടയാതെ രീതിയിൽ വാങ്ങണം. അപ്പം നമ്മളങ്ങനെ ഏകദേശം എൻ്റെ അയിലക്കറി കുറച്ച് വറ്റി വന്ന് നല്ല പാകമായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കൊണ്ട് കറിവേപ്പില കുറച്ച് വെച്ച് പച്ച വെളിച്ചെണ്ണ നനക്കണം. പച്ച വെളിച്ചെണ്ണ മസ്റ്റാണ് കേട്ടോ. വേറെ കറിയിലും കിട്ടിക്കൊള്ളുന്നില്ല. അതിന് പച്ച വെളിച്ചെണ്ണ ലാസ്റ്റ് ഒഴിക്കണം. അപ്പോൾ അങ്ങനെ ഒഴിച്ച് നമ്മൾ അടച്ച് വെക്കുക. ഒരു കുറച്ച് കപ്പയും കൂടി ഉണ്ട്. ആ കപ്പയിലേക്ക് ഈ മീൻ കറി എടുത്തൊഴിച്ച് പിന്നെ ആക്കാൻ ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണിലേക്ക് അമർത്തുക. അപ്പോൾ ചെറിയ വീഡിയോ